ഇന്ന് റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ധീര സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നാട്ടിലെ സെയിം ടേസ്റ്റുള്ള ഷവർമയുണ്ട്. എനിക്ക് ഇവിടുത്തെ ഷവർമേനേക്കാളും ഇഷ്ടം നാട്ടിലത്തെ ഷവർമയാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് മിസ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റീല് കണ്ടത്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പ്ലാനൊക്കെ മൊത്തം മാറി. ആദ്യം നമ്മൾ പോയതൊരു പെർഫ്യൂം ഷോപ്പിലേക്കായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് പെർഫ്യൂം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണ്. അപ്പം കുറച്ച് പെർഫ്യൂംസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ എനിക്കവിടെ കുറേ പെർഫ്യൂംസ് ഇഷ്ടമായി. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് പെർഫ്യൂംസ്. പക്ഷേ ഞാനവിടെ കൺട്രോൾ ചെയ്ത് നിന്നു. കൺട്രോൾ ചെയ്ത് നിന്നല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല നല്ല ബോട്ടിൽസ് ആയിരുന്നു കുറേ പെർഫ്യൂമിൻ്റെ. എനിക്ക് സ്മെല്ലിനെക്കാളും കുറേ ബോട്ടിൽസ് എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി സ്മെല്ലുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ തൽക്കാലം അതൊന്നും വാങ്ങാനുള്ളൊരു ബഡ്ജറ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. ഞങ്ങളവിടെ പോയി ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വെറുതെ കറങ്ങി നടന്നു. അവിടെ നല്ല മിറർ ഉണ്ടായിരുന്നു. അപ്പം മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നമ്മുടെ മെയിൻ ലക്ഷ്യത്തിലേക്ക് കടന്നു. അതായത് നേരെ ഫുഡ് കോർട്ടിലേക്ക് ചെന്നു. അതിനാണല്ലോ നമ്മൾ വന്നത് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ചിക്കനിലൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓഫർ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കാരണം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. ഞങ്ങൾ ചിക്കനിൽ നിന്നും എന്തോ ഓർഡർ ചെയ്തു. പിന്നെ ടെക്സാസിൽ നിന്ന് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ എവിടെ പോകുമ്പോഴും വീഡിയോസ് പരമാവധി ഷൂട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇങ്ങനെ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ ഇതത്ര ഈസിയുള്ള കാര്യമല്ല. മറ്റുള്ളവർ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്കും തുടങ്ങണം, അടിപൊളിയാണ്, വലിയ പണിയൊന്നുമില്ല, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളെ മടി അങ്ങോട്ട് സമ്മതിക്കില്ല. കാരണം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ. അത് എഡിറ്റ് ചെയ്യൽ, അതിന് വോയിസ് ഓവർ കൊടുക്കൽ, അതൊക്കെ ശരിക്കും പറഞ്ഞൊരു ടാസ്ക്കാണ്. അതിനൊക്കെ ഒരു മെനക്കെടാൻ പറ്റണമെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ വീഡിയോ മാത്രം എടുത്ത് വെച്ചുകൊണ്ടൊരു കാര്യമില്ല. അതെനിക്കിപ്പോൾ മനസ്സിലായതാണ്. ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് ഏകദേശം 2-3 ആഴ്ചയായി. 1 മാസം തന്നെ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാനിതിനൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ മെനക്കെടാനൊക്കെ പറ്റുന്നവർ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നാണ് എന്നോട് തന്നെ പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരം വൈകാതെ പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.